നല്ല പെടക്കണ മീന്താ, പെടക്കട്ടും. അയ്യോ, ഈ മെബും പിള്ളേരും ഒക്കെ വീഡിയോ എടുക്കാൻ വന്നിട്ട് ഇത് എവിടെ പോയി? ഇനി ഞാൻ തന്നെ ഇതെല്ലാം ചെയ്യേണ്ടി വരുമെന്നാ തോന്നുന്നത്. എന്നാൽ ഞാൻ തന്നെ അങ്ങ് ചെയ്യാൻ തുടങ്ങാം, അല്ലെങ്കിൽ ആന വന്ന് എന്നെ കൂടെ എടുത്തിട്ട് പോകും ഇപ്പോൾ എളുപ്പം. ഇതിവിടെ ഇരിക്കുകയായിരുന്നോ? ഞാൻ എടുക്കട്ടെ. ഗ്യാസ് അടുപ്പൊക്കെ കൊണ്ട് വെച്ചേക്കുന്ന സ്ഥലം നോക്കിക്കുക എൻ്റെ പൊന്നേ. ഈശോപ്പാ, ഈ പിള്ളേർ ഇതൊക്കെ കൊണ്ടുവന്ന് ഓരോ സ്ഥലത്താണല്ലോ കൊണ്ടിട്ടേക്കുന്നത്. ദാ പാത്രമൊക്കെ വെള്ളത്തിൽ കൂടെ വരുന്നത്. എന്തൊരു കളികളാണ്. എല്ലാം വെള്ളത്തിൽ കൂടെ ഒഴുകി വരുന്നുണ്ട് പാത്രങ്ങളൊക്കെ. അയ്യോ, ഇതെന്താ ഇത്? എൻ്റെ പ്രൈഫാനെ, അതും വെള്ളത്തിനകത്തില്ല. കട്ട് ചെയ്യാണ് കേട്ടോ. നമുക്ക് ഇവനെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പരിപാടി ചെയ്യണം. എന്താന്നുള്ളവരെ ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് നമ്മുടെ മീനെ നമുക്കൊന്ന് ശരിയാക്കി എടുത്താലോ? നമുക്ക് അവനെ ഒന്ന് വെച്ചിട്ട് നല്ലൊരു പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെത്താം. നമുക്ക് ചെത്തിയിട്ട് അടിപൊളി ഒരു സംഭവം ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് നല്ല കപ്പയും ചുട്ട് മീനും ഗ്രില്ല് ചെയ്ത് നമുക്ക് കഴിച്ചിട്ട് വേണം നമുക്ക് ഇവിടുന്ന് അടുത്ത വീഡിയോയിലേക്ക് പോകാനായിട്ട്. നമ്മൾ നല്ല കാളാഞ്ചി അല്ലേ, നല്ല പുഴയിലെ കാളാഞ്ചി, അത് വെട്ടിയെടുക്കണമെങ്കിൽ നമുക്കൊരു ഇച്ചിരി പണിയുണ്ട്. പിന്നെ പോരാത്ത അവനിങ്ങനെ ചിറകൊക്കെ ഇട്ട് അനക്കി ഇരിക്കുകയാണ്. ഏതായാലും ദൈവം തമ്പുരാൻ വിചാരിക്കാതെ ആനയൊന്നും എന്നെ എടുത്തോണ്ട് പോകില്ല. ഞാൻ അതിനുള്ള പ്രവർത്തിയും ചെയ്തിട്ടില്ല. ചെയ്തെങ്കിൽ കൊണ്ടുപോട്ടെ. ഞാൻ വന്നാൽ ഇങ്ങനെ ഇരുന്ന് കൊടുക്കും. ഇന്ന് ആനയെ കൊണ്ടുപോയിക്കോളാൻ പറയും. കൊണ്ടുപോട്ടെ. അതെ, ഇവൻ്റെ മുള്ള ഭയങ്കര കട്ടിയാന്ന് ഈ കാളാഞ്ചിയുടെ മുള്ളിക്ക്. എന്താ വെച്ചാൽ ഞാൻ അന്ന് മേടിച്ചിട്ടും ഭയങ്കര പാടായിരുന്നു. എനിക്കറിയായിരുന്നു കാളാഞ്ചിയുടെ മുള്ള. നമുക്കിനി ഇവനെ ഇവിടെ ഇച്ചിരി ചെതമ്പലോടുണ്ട്, അതുകൂടെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് അകം കീറാം. അകം കീറിയിട്ടെന്ന് പറഞ്ഞിട്ടല്ലാതെ കീറുന്നില്ലല്ലോ. മീൻ ഞാനും കൂടെ കിടന്ന് മൽപ്പിടുത്തത്തിലാണ് കേട്ടോ. അവനാണെങ്കിൽ പെടച്ച് വെള്ളത്തിലേക്ക് തന്നെ ഓടാൻ പോവാ. ഇത്രയും കണ്ടിച്ചിട്ടും അവന് നെയ് കണ്ടോ? കാളാഞ്ചിയുടെ നെയ് നോക്കി, അടിപൊളി നെയ്. ഞാനേ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാ ഗൈസ് ഞാനിതൊക്കെ ചെയ്യുന്നത്. നിങ്ങളെന്നെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എന്തോരം കഷ്ടപ്പെടുന്നതെന്ന് കണ്ടല്ലോ. ഞങ്ങൾ തിന്നുന്നതിനെക്കാട്ടിലും നിങ്ങളെ കാണിക്കുന്നതാണ് ഞങ്ങളുടെ ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് പുഴയിൽ നിന്ന് മീനെ പിടിച്ച് അങ്ങനെ നമ്മൾ മീനെ കഴുകിയതാ റെഡിയാക്കി. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ? നമുക്ക് മസാലയൊക്കെ റെഡിയാക്കാം അല്ലേ? നമുക്ക് നല്ലപോലെ ഒന്ന് വരഞ്ഞെടുക്കാം. ചെറുതായിട്ടൊന്ന് വരഞ്ഞ് റെഡിയാക്കി എടുക്കാം. നമുക്ക് നല്ലപോലെ മസാലയൊക്കെ ഉള്ളിലേക്ക് കയറണം. അതുപോലെ നല്ലതായിട്ടൊന്ന് വരഞ്ഞെടുക്കാം. ഈ സൈഡും കൂടി നമുക്ക് നല്ലപോലെ വരയാമേ. അപ്പം നമുക്ക് മസാല റെഡിയാക്കാൻ തുടങ്ങാം. കുറേ ഐറ്റങ്ങളുണ്ട്, പച്ചക്കുരുമുളകൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇട്ട് നമുക്ക് ചതച്ച് റെഡിയാക്കാം. അപ്പം നമുക്ക് കുറച്ച് പച്ചക്കുരുമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് പറിച്ച പച്ചക്കുരുമുളകാണ് കേട്ടോ. നമുക്കിത് നല്ലപോലെ പച്ചക്കുരുമുളക് ഒന്ന് കഴുകിയെടുക്കാം. മരത്തിൽ നിന്നാണെങ്കിലേ കണ്ടോ, നല്ല ഫ്രഷ്. ഇത് എവിടുന്നാ ഏത് കാട്ടിൽ നിന്നാ ഈ കുരുമുളക് പറിച്ചത്? ഇവിടെ അടുത്തുണ്ടോ? എന്താ പറയാ, എത്ര നല്ല ഫ്രഷ് കുരുമുളക്. നിങ്ങൾ എന്നെ കൊണ്ട് ഇവിടെ ചാടി ചേച്ചി കുരുമുളക് പറിക്കാനൊക്കെ പോയേക്കായിരുന്നല്ലേ? അതാണ് ഞാൻ നോക്കിയിട്ട് കാണാൻ. ഞാനിങ്ങനെ തന്നെ ചെയ്യേണ്ടി വരുമോ എന്ന് ഓർത്തു.
നമ്മുടെ ഈ കല്ലും കൂടി ഒന്ന് കഴുകണം കേട്ടോ. നമ്മളൊന്ന് കഴുകട്ടെ. നമ്മുടെ അരകല്ല് നമുക്കെല്ലാം കുത്തിച്ചതയ്ക്കാനുള്ള കല്ലാണ് കേട്ടോ. നമ്മുടെ കുരുമുളക് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്താ അപ്പോൾ നമുക്ക് കുരുമുളക് ആദ്യം ചതച്ചെടുക്കാം. കുറേ സാധനങ്ങൾ ചതയ്ക്കാനുണ്ട് കേട്ടോ. അതെ, ആദ്യം കുരുമുളക് ചതച്ചെടുക്കാം. പോവല്ലേ, ഇല്ലാത്ത കാട്ടിൽ നിന്ന് പറിച്ചെടുത്തോണ്ട് വന്നതാണേ. പാവം പിള്ളേർ എന്നെ ഇവിടെ കൊണ്ട് ഇറക്കിച്ച് അവർ കുരുമുളക് പറിക്കാനും അതിനൊക്കെ പോയി എല്ലാം സംഘടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അരയ്ക്കുവാണേ. ഇതാ കുരുമുളക് നല്ല പോലെ അരച്ചെടുക്കാം. ഒത്തിരി അരയ്ക്കണ്ട, എന്നാലും ഒന്ന് അരഞ്ഞോട്ടെ. അങ്ങനെ നമ്മുടെ കുരുമുളക് നല്ല പോലെ ചതച്ചെടുത്ത് കേട്ടോ. ഇനി നമ്മൾ കുരുമുളക് പൊടിയുണ്ട്, നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇനി വെളുത്തുള്ളി ഇഞ്ചി റെഡിയാക്കണം. ഇത് ഇവിടോട്ട് ഇരിക്കട്ടെ. ഇഞ്ചി ചേരേണ്ടതാണേ. ഇത്രയും വലിയ മീനല്ലേ, കുറച്ചേറെ വേണ്ടേ. നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. നല്ല ഒഴുക്ക് നീരിൽ കഴുകി വൃത്തിയാക്കി എടുക്കാം. എന്താ നല്ല കഴുകി നല്ല ലെവലാക്കി നമുക്ക് അതും കൂടി ഒന്ന് ചതച്ചെടുക്കാം. നമുക്കിനി ഇതിലേക്ക് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നാരങ്ങ നല്ല പുളിയും എരിവും. നമുക്കേ കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്താ കുരുമുളക് പൊടി. കുരുമുളക് നമ്മൾ പച്ചക്കുരുമുളക് ചതച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി കുറച്ചിടുകയാണേ, ഇട്ട് കൊടുത്തേ. പിന്നെ അടുത്തത് ഇതാ മഞ്ഞൾ പൊടി. നമ്മുടെ മുളക് പൊടി ഇതാ. ചില്ലിതാ, ഉണക്കമുളക് ക്രഷ് ചെയ്തെടുത്തത്. ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഇതാ ഉപ്പുപൊടി. നമ്മുടെ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഒറിഗാനോ ഇതാ. ഇനി നമ്മുടെ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. എന്താ നമുക്ക് മസാല ഇത് നല്ലപോലെ തേച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വാരി അങ്ങോട്ട് പൊത്തി കൊടുക്കാം. അങ്ങനെ നമ്മൾ മീനിലേക്ക് ഇതാ മസാല എല്ലാം വെച്ച് നല്ല റെഡിയാക്കി. ഇനി നമുക്ക് കല്ലൊക്കെ ചൂടാക്കാം. നമ്മൾ അടുപ്പ് കത്തിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതാ നമ്മൾ ചിരട്ടയൊക്കെ കൊണ്ടാണ് ഇവിടെ എത്തിയത്. ആ
അങ്ങനെ നമ്മുടെ കല്ല് ചൂടാക്കാൻ വെച്ചേക്കാണ്. ഇതാ കല്ല് ചൂടാകുന്നിടം വരെ നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് കറങ്ങി നടന്ന് കണ്ടിട്ട് വരാം. ഇനി നമുക്കിത് ഈ ഇലയിലേക്കൊന്ന് വെച്ചിട്ടേ ഒന്ന് പൊതിഞ്ഞെടുക്കാം. കുറച്ച് ബട്ടർ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാ ഇതാ നമുക്കിനി ഇതൊന്ന് പൊതിഞ്ഞിട്ട് ഈ വാഴയിലയുടെ ഇത് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. നമ്മുടെ മീൻ നമുക്ക് ഈ കനലിലേക്ക് വെച്ചു കൊടുക്കാം, ഈ കല്ലിലേക്ക് വെച്ചു കൊടുക്കാം. ഞാൻ ഒരേ ഒരു കാര്യം ഇനിയും വരുന്നവർക്ക് ഈ അടുപ്പൊക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ട് പോകാം കേട്ടോ. അല്ലേ നല്ല അടിപൊളിത്തി. ആ എന്നാ ആ പുറവന്മാരെ ഈ പുറം ഉച്ചൂടെ ആവണം. അവിടെ ഇനി മറിക്കണോ? മറിച്ചോ, മറിക്കാവോ? ആ കനലിലോട്ട് ഇടണം. എടുത്തോട്ടോ. തിന്നാ മതി, എടുക്ക മതി. തീ നിർത്തിച്ച കപ്പ എടുക്ക. 2 ദിവസം കൊണ്ട് ഇവിടെ നല്ല അടിച്ച് പൊളിക്കുക ഞങ്ങൾ കേട്ടോ. ഞങ്ങൾ കുറേ പേരുണ്ട്. ഞങ്ങൾ വണ്ടി വിളിച്ചിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവരും കൂടി നല്ല അടിച്ച് പൊളിച്ച് ഇന്നത്തെ ഇനി ഞങ്ങളുടെ ലാസ്റ്റ് ഭക്ഷണമാണ്. ഇന്ന് ഞങ്ങൾ മീൻ ഗ്രില്ല് ചെയ്തു. നല്ല പുഴമീൻ പിടിച്ച് ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ഗ്രില്ലല്ല ചെയ്തത്, ചുട്ടെടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ അടുത്തത് ചിക്കനാണ്. ചിക്കനും കൂടെ ഉണ്ടാക്കി കഴിച്ചിട്ട് നമ്മളിനി തിരിച്ചു പോകും. ഇതാ ഇതിന്റെ എൻ്റെ ബാക്കിലൊക്കെ നോക്കിയേ, നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. തൊട്ട് ബാക്കിൽ ആനയുണ്ട്. ആനയുടെ മണം കൊണ്ട് ഇവിടെ നിൽക്കാൻ ഇവിടെ വരെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന് വെള്ളം കുടിച്ചിട്ട് പോയതാണ്. അത് കഴിഞ്ഞിട്ട് നല്ല സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ ഓർക്കും ഇത് ഇവരിവിടെ വന്നിട്ട് എന്ന് പറയുമ്പോൾ സ്ഥലം ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മാമലക്കണ്ടമാണ്. മാമലക്കണ്ടത്താണ്. നിങ്ങൾക്ക് ഇവിടെ ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്പർ ഡിസ്കഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും വിളിച്ചാൽ മതി. നമ്മളിവിടെ സെറ്റപ്പ് എല്ലാം ചെയ്തു തരുന്നതായിരിക്കും. ഞങ്ങൾ വന്നിട്ട് 2 ദിവസമായി. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ ആന ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു. ഇപ്പൊ അതിന്റെ ബാക്കിലോട്ടൊക്കെ നോക്കിയാ ഇപ്പൊ തൊട്ടപ്പുറം തന്നെ ആന നിൽപ്പുണ്ട് കേട്ടോ. നമ്മൾ അതിൽ നിന്നൊക്കെ സുരക്ഷിതയായി നല്ല അടിപൊളിയായിട്ട് ഇനി ചിക്കനും കൂടെ ഉണ്ടാക്കി കഴിച്ചിട്ട് നമ്മൾ പോകത്തുള്ളൂ. ഇതാ നോക്കിക്കേ, നമ്മളിവിടെ ഒരു അടിപൊളി എന്താ പറയുന്നത്, എൻജോയ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ എല്ലാവരും വരണം കേട്ടോ. വന്നിട്ട് മാമലക്കണ്ടത്ത് എല്ലാവരും വരണം, വന്നിട്ട് എൻജോയ് ചെയ്യുക. ഓക്കെ. കാല് പൊള്ളിയിട്ടുണ്ട്, നല്ല നീറ്റല്. ഇവിടെ വാ, ഇവിടെ അങ്ങനെ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് അഴിച്ച് റെഡിയാക്കി എടുക്കാം. തിളച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇത് കാണിച്ച് ഇത് കണ്ടോ, മീൻ കല്ലിൽ ഇങ്ങനെ തിളച്ച് കയറിക്കൊണ്ടിരിക്കുന്നത്. ആ പൊളി. ആഹാ, അങ്ങനെ നമ്മുടെ കാളാഞ്ചി അടിപൊളിയായിട്ടുണ്ട്. ഞാൻ എന്തായാലും ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. എനിക്ക് ഭയങ്കര ചൂടാണ്, എന്നാലും കൊതി കൊണ്ട് പറ്റുന്നില്ല. ഇതെങ്ങനെ ഒന്ന് എടുക്കും? സൂപ്പർ. എല്ലാവരും കഴിച്ചോ. അത് മീൻ തന്നെ എടുക്കാതെ അരപ്പ് കൂട്ടി കൈകൊണ്ടെടുത്തേ. നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ചു തരാം. തുടങ്ങിക്കോ.
ഇത് കണ്ടോ അതെ എങ്ങനെ ഇരുന്ന കാളാഞ്ചിയായിരുന്നു നോക്കിയേ. ഞങ്ങളെല്ലാവരും ഫുള്ള് കഴിച്ച അടിപൊളി സാധനം. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എല്ലാവരും വീഡിയോ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടിപൊളി. കല്ല് ചൂടാണേ.